ശ്രീ ടി സിദ്ദിഖ്. സർ, പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം, ഹോസ്റ്റലിൽ നിലനിന്നിരുന്ന അലിഖിതമായിട്ടുള്ള നിയമമനുസരിച്ചാണ് ഈ വിചാരണയും നടപടികളും നടന്നത് എന്ന അലിഖിതമായിട്ടുള്ള നിയമമനുസരിച്ച് വിചാരണയും നടപടിയും സ്വീകരിച്ചു ഈ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയെന്നാണ് സർ. ഒരു സമാന്തരമായിട്ടുള്ള നിയമവ്യവസ്ഥയാണ് സർ. പൂക്കോട് വെറ്റിനറി കോളേജിലെ യൂണിയൻ നേതൃത്വം കൊടുക്കുന്നത് SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകമായിട്ടുള്ള അവർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ്. യൂണിയൻ ഭാരവാഹികളും SFI നേതാക്കളും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളാണ് ഇതിലെ കേസിലേതായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികൾ മുഴുവൻ. സർ, എൻ്റെ ചോദ്യം, സമാന്തരമായിട്ടുള്ള നിയമവ്യവസ്ഥ എന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഈ നടപടി കേരളത്തിലെ പല ക്യാമ്പസുകളും നിലനിൽക്കുകയാണ് സാർ. ഇതിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളെ ഈ തരത്തിലുള്ള സംവിധാനത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള വല്ല നടപടികളും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടോ, ആവിഷ്കരിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, റാഗിങ്ങിനെതിരെ ശക്തമായ നടപടിയാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെ ആദ്യം മരണപ്പെട്ട നിലയിൽ കണ്ട സിദ്ധാർത്ഥൻ്റെ നേരെ റാഗിംഗ് നടന്നു എന്നത് അവിടുത്തെ പരിശോധനയുടെ ഭാഗമായി പിന്നീട് കാണുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി 12 വിദ്യാർത്ഥികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ നിന്ന് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ഓഫീസർ നൽകിയ വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേരള റാഗിംഗ് നിരോധന നിയമത്തിൻ്റെ 3-4 വകുപ്പുകളും ചേർത്ത് 12 പേരെ പ്രതി ചേർക്കുന്ന നില സ്വീകരിച്ചു. ഇതിൽ ശക്തമായ നടപടി തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഇതിൻ്റെ അനുഭവത്തിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. സർ, സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന 18 ആന്റിമോർട്ടം ഇഞ്ചുറീസ് പ്രതിപാദിച്ചതായിരിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ദ യൂറിനറി ബ്ലാഡർ വെർ എംപ്റ്റി എന്നാണ് അതിലെ ഒരു പരാമർശം. ദ സ്റ്റൊമക്ക് വെർ ഫിൽഡ് വിത്ത് ബ്രൗണിഷ് ഫ്ലൂയിഡ് എന്നാണ്. ഒരു ചെറിയതായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം പോലും ഇല്ലാത്ത, ഒരു തുള്ളി വെള്ളമില്ലാതെ ആ പയ്യനെ 3 ദിവസം പട്ടിണിക്കിത്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. സർ, എൻ്റെ ചോദ്യം, CBI ശുപാർശ നൽകുന്നതിൽ വന്നിരിക്കുന്നതായ ഗൗരവതരമായിട്ടുള്ള കാലതാമസവും വീഴ്ചയും ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നമാണ് സർ. എൻ്റെ ചോദ്യം, സിദ്ധാർത്ഥിന്റെ കേസല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പേഴ്സണൽ മന്ത്രാലയത്തിനാണ് ഈ ശുപാർശ നൽകേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ശുപാർശ നൽകിയത് കൊച്ചിയിലെ യൂണിറ്റിനാണ് സർ, CBIയുടെ കൊച്ചി യൂണിറ്റിന്. ഇതിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇപ്പൊ തിരിച്ചെടുത്തിരിക്കുന്നു. ഇതിന്റെ പിറകിലുള്ള ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കാനുള്ള നേതൃത്വം കൊടുക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഗൂഢാലോചനയ്ക്കൊന്നും സാങ്കത്യമില്ലല്ലോ. കാരണം ഈ കേസ് CBIക്ക് വിടുന്നോ വിടുന്നില്ലേ എന്നുള്ളതാണ് പ്രശ്നം. സിദ്ധാർത്ഥൻ്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു. അമ്മയുടെ പെറ്റീഷനാണ് തരുന്നത്. ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി. അവസാനം പറയുന്നത് CBIക്ക് വേണമെന്നാണ്. അത് വായിച്ച ഉടനെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ CBIക്ക് വിടാം. അന്ന് തന്നെ അതിൻ്റെ സർക്കാർ ഉത്തരവും ഇറങ്ങുകയാണ്. പിന്നെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ 2-3 ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അട്ടിമറിക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് പ്രചരണപരമായിട്ട് എടുത്ത് പറയാമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഈ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല. CBIക്ക് വിടുക എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ. ആ വീഴ്ച വരുത്തിയെന്ന് കണ്ടതുകൊണ്ടാണ്, പ്രാഥമികമായി കണ്ടതുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്ത് നടപടിയെടുത്തത്. ആ നടപടി കൃത്യമായി പാലിച്ചിട്ടുണ്ട്.